ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി കൊണ്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇത് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോർമലാകാനും അതുപോലെ വെയിറ്റ് കുറയ്ക്കാനും എല്ലാം ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1.5 ഗ്ലാസ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളം. ഇനി ഇത് നമുക്ക് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. പിന്നെ ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റാഗി പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെച്ചിരുന്ന വെള്ളം ഇപ്പോൾ തിളയ്ക്കാറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേഗം തന്നെ ഇളക്കി കൊടുക്കാം. കാരണം നമ്മൾ ഈ റാഗി പെട്ടെന്ന് തന്നെ കുറുകി വരും. അതുകൊണ്ട് തന്നെ നമ്മളിത് കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കി എടുക്കണം. ഒരുപാട് കുറുകി പോകേണ്ട കാര്യമില്ല, ഒന്ന് തിളച്ചൊന്ന് വെന്ത് വന്നാൽ മതി. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ നമുക്കിവിടെ വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ ഒരു ചെറിയൊരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ് റാഗിയുടെ സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ക്യാരറ്റ് എടുത്താൽ മതി. ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന റാഗിയുടെ മിക്സ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് പഞ്ചസാരയൊന്നും ഇതിലേക്ക് ചേർക്കരുത്, കാരണം ഇത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ 2 ഈന്തപ്പഴം കുരു കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം മധുരത്തിന്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ നല്ല കട്ടിയായിട്ടുള്ള ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പശുമ്പാൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് ഈ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നതാണ്. അതുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നും ഇല്ല, കട്ടിയായിട്ടുള്ള 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഹെൽത്തിയാണ് എന്നുള്ളത് മാത്രമല്ല, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. റാഗിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമാണ്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫില്ലിങ്ങുമാണ്. നമുക്ക് ഒരുപാട് നേരം വിശക്കാണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കണ്ട. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.